എനിക്ക് ജീവിക്കാനുള്ള മാർഗമുണ്ട്, ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. അങ്ങനെയുള്ള ഒരുത്തിക്ക് നിന്റെ നാവിൽ നിന്ന് വരുന്ന വൃത്തികെട്ട വാക്കുകൾ കേട്ട് കാലം കഴിക്കേണ്ട കാര്യമില്ല. വണ്ടി തിരിക്ക്, എന്നെ എന്റെ വീട്ടിലാക്ക്. വണ്ടി എടുക്ക്. എന്താണെന്ന് ചോദിക്കും മരുമോനോട്. എന്ത് പറ്റി ഉണ്ണി? എന്ത് പറ്റിയെന്ന് ചോദിച്ചാ എനിക്കൊരു അബദ്ധം പറ്റി. ഏതൊരാണിന് സംഭവിക്കാന്നൊരു അബദ്ധം. അതിനവളെന്റെ കരണത്ത് വന്നു. ദേ പാട് കണ്ടില്ലേ? അയ്യോ, എന്താ മോനെ സംഭവിച്ചത്? സംഭവിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ അവൾ അമ്മയായിട്ട് അംഗീകരിക്കാത്ത നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മോനെ, നീ എന്താ ഇങ്ങനെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെയാ സംസാരിക്കേണ്ടത്? അവൾക്ക് അമ്മയില്ല, അച്ഛനും മുത്തശ്ശിയും മാത്രമേ ഉള്ളൂ എന്ന് ഏത് നേരവും പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള വഴക്കിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് അതിനുള്ള പരിഹാരം കാണാൻ പറ്റുമെന്നാ എന്റെ ചോദ്യം. എന്നാലും നിന്റെ കരണത്ത് തല്ലാനും മാത്രം എന്താ മോനെ ഉണ്ടായത്? ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു അബദ്ധം പറ്റിയെന്ന്. ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അമ്മയുടെ മോളോട് ചോദിച്ച് മനസ്സിലാക്കുക. എന്റെ ഏട്ടന് ഒരു സമയത്ത് അമ്മയോട് വലിയ സ്നേഹമായിരുന്നു. ആ ഏട്ടൻ പോലും ഇപ്പൊ നിങ്ങളെ വെറുക്കുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, മൂത്തമോളം അമിതമായി സ്നേഹിക്കുന്നുണ്ടാ. അവരുടെ എല്ലാ തെറ്റുകളും നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടാ. മോനെ, നീ അതുമാത്രം പറയരുത്. എന്റെ ലക്ഷ്മി മോള് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ശരിയാണോ? അമ്മയുടെ നോട്ടത്തില് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച മകള് സത്യസന്ധയാണോ? നിങ്ങൾക്ക് അങ്ങനെ ആയിരിക്കും. കാരണം നിങ്ങൾ നിങ്ങളുടെ ആദ്യ ഭർത്താവിന്റെ മോളെയാ അമിതമായി സ്നേഹിക്കുന്നത്. അവരെയാ മകളായിട്ട് കാണുന്നത്. ഞാനിപ്പോ കരുണ എന്തിനാ നിന്റെ കവിളത്തടിച്ചെന്നാ ചോദിച്ചത്. അല്ലാതെ ലക്ഷ്മിയുടെ കാര്യങ്ങൾ ഇവിടെ വലിച്ചഴക്കേണ്ട കാര്യമില്ല. എന്റെ കവിളത്ത് അവളെ അടിച്ചതിന്റെ കാരണം പറഞ്ഞാലും നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അത് സമർത്ഥിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ മൂത്ത മോളുടെ കാര്യം എടുത്തിട്ടത്. ഇനി കരുണയോട് ഈ തിളപ്പൊക്കെ മാറുമ്പോ അമ്മ തന്നെ ചോദിക്ക് മകളോട് എന്താ സംഭവിച്ചതെന്ന്.
കരുണമോൾ എവിടെ? നിങ്ങൾ ഇവിടുന്ന് ഒന്നിച്ചാണല്ലോ പോയത്. നീ എന്തിനാടാ മുഖം തപ്പിപ്പിടിച്ചോണ്ട് നിൽക്കുന്നേ? എന്ത് പറ്റിടാ? നീ കൈയൊന്നു മാറ്റിയേ. മാറ്റടാ അങ്ങോട്ട്. കൈ മാറ്റാനല്ലേ പറഞ്ഞത്? ആരെങ്കിലും നിന്നെ തല്ലിയോടാ? എടാ എന്താ നീ ഒന്നും പറയാത്തെ? ആരെങ്കിലും നിന്റെ കവളത്ത് കൈവച്ചോ? എടാ എന്തെങ്കിലും ഒന്ന് പറയടാ. നിന്റെ കൂടെ വന്ന എന്റെ മരുമോള് തിരിച്ചു വന്നിട്ടുമില്ല, നിന്നെ ആരോ തല്ലുകയും ചെയ്തു. എന്താടാ സംഭവിച്ചേ? അത് പിന്നെ ഹലോ, എന്താ മോളെ സംഭവിച്ചത്? ദൈവൻ ഒറ്റയ്ക്കാണല്ലോ ഇങ്ങോട്ട് വന്നത്. ഒറ്റയ്ക്ക് വന്ന മോൻ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞില്ലേ? ഇല്ല മോളെ, അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. അവന്റെ കരണത്തൊരു പാടുണ്ടല്ലോ. ആരാ ഇവനെ തല്ലിയത്? തല്ലിയത് ഞാൻ തന്നെയാ. അമ്മയുടെ മോന് ഒടുക്കത്തെ സംശയം. എനിക്ക് മനം പുരട്ടലുണ്ടായപ്പോ അമ്മ പറഞ്ഞല്ലോ എനിക്ക് വിശേഷമുണ്ടെന്ന്. അപ്പ അയാൾക്കൊരു സംശയം, ആ കുഞ്ഞ് അയാളുടേതാണോന്ന്. അതിനുള്ള മറുപടിയാ അമ്മയുടെ മോന്റെ മുഖത്ത് കാണുന്നത്. മോള് ഫോൺ വെക്കേ. അങ്ങനെയൊക്കെ പറഞ്ഞ ഏതെങ്കിലും ഒരു പെൺകുട്ടി സഹിക്കോടാ? സ്വന്തം ഭർത്താവാണെങ്കിൽ പോലുവേ തല്ലാതിരിക്കുവോ? കരണമോള് നിന്നോട് ചൂടാവാറുണ്ട്, നിന്നെ കഴിവ് കെട്ടവനായിട്ട് ചിത്രീകരിക്കാറുണ്ട്. എങ്കിലും നിന്നെ ഒരിക്കലും അവള് വഞ്ചിക്കില്ലടാ. അമ്മയാ ഇവിടെ എന്നെ അവളെ വഞ്ചിച്ചത്. ഞാനോ? അതെ, അമ്മ തന്നെ. അമ്മ എന്തിനാ വെറുതെ അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ടോന്നൊക്കെ സംശയിക്കാൻ പോയത്? അങ്ങനൊരു സന്തോഷ വാർത്ത അവളിപ്പോ കേൾപ്പിക്കില്ലെന്ന് എനിക്കും അറിയാം, അവൾക്കും അറിയാം. അതുകൊണ്ടാ ഞാൻ അവളെ സംശയിച്ചത്. അങ്ങനെ സംശയിച്ചതുകൊണ്ടാ അവള് പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോണോന്ന് പറഞ്ഞത്. അവിടെ ചെന്നപ്പോ അവൾക്കുണ്ടായ മനം പുരട്ടലേ വെറും ഡൈജഷന്റെ പ്രശ്നമായിരുന്നു. അതറിഞ്ഞ ശേഷം റോഡിലിട്ട് അവൾ എന്നെ തല്ലിയത്. ബന്ധം മുറിച്ചു കളയാനല്ലാതെ വിളക്കി ചേർക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? അതിനുള്ള കഴിവുണ്ടോടാ നിനക്ക്? എടാ ഇനി അവള് മടങ്ങി വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മടങ്ങി വന്നില്ലെങ്കിൽ വേണ്ട. ആൾക്കാരുടെ മുന്നിൽ വെച്ച് എന്റെ കവിളത്ത് കൈവച്ച ഒരുത്തി ഇനി വന്നില്ലെങ്കിലും എനിക്ക് ഒരു കുഴപ്പമില്ല. എടാ കണ്ണന്റെ സ്വത്തുക്കളൊക്കെ നിനക്ക് വന്നു ചേരുമെന്ന് കരുതിയിട്ടേ അതൊന്നും കിട്ടിയിട്ടില്ല. ഇനി ആകെയുള്ള പ്രതീക്ഷ കരുണയുടെ അച്ഛന്റെയും മുത്തശ്ശിയുടെ ഒക്കെ സമ്പത്താ. ദേ അതും കൂടെ നീ ഇല്ലാതാക്കി കളയല്ലേ? എന്ന് വെച്ച് അവളുടെ അടിമയായിട്ട് ഞാൻ ജീവിക്കണം? എല്ലാത്തിനും ഒരു പരിധി ഉണ്ടമ്മേ. അവൾ ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിലേ അത്രയും ചെലവ് കുറയും. എടാ നീ ആദ്യം പറഞ്ഞത് തന്നെയാ ശരി. കരുണമോള് പോയാലേ നിന്റെ ചെലവ് കുറയും. അല്ലെങ്കിൽ തന്നെ ഈ വീട്ടിലെ ചെലവൊക്കെ നീയാണോ നോക്കുന്നത്? എടാ അതൊക്കെ അവള് ശ്രദ്ധിക്കുന്നില്ലേ? ഭാര്യമാർക്ക് സ്വന്തം ഭർത്താക്കന്മാരെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു കൊടുത്താലേ അവര് ആണുങ്ങൾക്ക് വില കൽപ്പിക്കൂ. നീ എന്തിനാണ് എല്ലാം കൂടെ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചു വെച്ചേക്കുന്നേ? ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അവൾക്ക് ആഗ്രഹമുള്ളതൊക്കെ മേടിച്ചു കൊടുക്കടാ. എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ അമ്മേ. അവളുടെ അച്ഛൻ വലിയ കാശുകാരനാണെന്ന് പറഞ്ഞിട്ട് കാലാണ് എനിക്ക് തന്നിട്ടില്ല. പിന്നെ കല്യാണത്തിന് കുറച്ച് സ്വർണം തന്നു. അതെല്ലാം അതുപോലെ ലോക്കറിൽ ഇരിപ്പുണ്ട്.
പിന്നെ മോൾക്കെന്ന് പറഞ്ഞ് കുറച്ച് പണം തന്നു, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട്, അതും ബാങ്കിലുണ്ട്. എല്ലാം കൂടെ അവളുടെ അച്ഛനെയും മുത്തശ്ശിയും ചിതയിലേക്ക് വെക്കുമ്പോഴേ അതിന്റെ കൂടെ ഇട്ടാൻ കത്തിക്കാം. അല്ലാതെ എനിക്ക് അതുകൊണ്ട് കാലണയുടെ പ്രയോജനമില്ല. അപ്പൊ തല്ലിന്റെ കാരണം അതായിരുന്നു അല്ലേ? എന്തായാലും അങ്ങനെ ഒരു സംഭവം അമ്മയുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അമ്മയ്ക്ക് എന്റെ അച്ഛനെ തല്ലാൻ പറ്റില്ല. കാരണം അച്ഛനെ അമ്മയ്ക്ക് പേടിയാ. എന്നാ എനിക്കങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അയാളുടെ ചെലവിലല്ല ഞാനിപ്പോ ജീവിക്കുന്നത്, അയാളുടെ ചേട്ടന്റെ ചെലവിലാ. ആ കുടുംബം നോക്കുന്നത് കണ്ണേട്ടനാ. അതിന്റെ ദേഷ്യം ഇഷ്ടം പോലെ എന്റെ ഉള്ളിലുണ്ട്. അതിന്റെ കൂടെയാ അയാളുടെ കാരണത്ത് ഞാൻ കൈ വെച്ചത്. മോളെ, നിനക്ക് മനംപുരട്ടലുണ്ടായപ്പോ നിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന് അവന്റെ അമ്മയ്ക്കല്ലേ തോന്നിയത്? എന്നു മാത്രല്ല, അവന്റെ എല്ലാ തെറ്റുകളെയും ന്യായീകരിക്കുന്ന ഒരമ്മയാ അവിടെ ഉള്ളത്. അതുകൊണ്ട് നീ തല്ലിയപ്പോ അവനെ അല്ലായിരുന്നു തല്ലേണ്ടത്, അവരെയായിരുന്നു. ഞങ്ങള് തമ്മിൽ ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നു കരുതിയിട്ടാ അവരങ്ങനെ പറഞ്ഞത്. എന്നാൽ അവൻ അറിയായിരുന്നല്ലോ കാര്യങ്ങള്. പിന്നെ എന്തിനാ അവൻ അങ്ങനെ സംശയിച്ചത്? പറയാൻ പാടില്ലാത്ത രീതിയിൽ അവൻ ഓരോന്ന് പറഞ്ഞത് എന്തിനാ? അതിനുള്ള ശിക്ഷയാ ഞാൻ 4 ആളിന്റെ മുന്നിൽ വെച്ച് കൊടുത്തത്. റോഡിൽ വെച്ച് ആൾക്കാര് കാണുകെ ഭർത്താവിന് ഇങ്ങനെ തല്ലാൻ പാടുണ്ടോ മോളെ? അങ്ങനെ പാടില്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു, അമ്മയുടെ ചെറുപ്പകാലം. എന്നാലേ ഇന്ന് അങ്ങനെയല്ല. പെണ്ണിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ് പറഞ്ഞാൽ ആ സ്പോട്ടിൽ പെണ്ണ് പ്രതികരിക്കും. ഇനി പ്രതികരിക്കാൻ പറ്റിയില്ലെങ്കിൽ അവൾക്ക് നീതി കിട്ടാൻ ഇന്ന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളൊക്കെ മുതലാക്കുന്ന ചില പെൺകുട്ടികളുമുണ്ട്. ഞാൻ അത്തരക്കാരിയല്ല. എന്റെ ഭാഗത്ത് 100% ന്യായം ഉണ്ടെന്ന് തോന്നിയിട്ടാ ഞാൻ അവന്റെ കവളത്തെ തല്ലിയത്. ഒരു നിസ്സാര കാര്യത്തിന് നീ അവനെ തല്ലി, അതിന് നിമിത്തമായത് അവന്റെ അമ്മയും. അവന്റെ അമ്മയ്ക്ക് കാര്യങ്ങൾ അറിയാത്തതുകൊണ്ട് അവരങ്ങനെ സംശയിച്ചു. പക്ഷെ അവന് കാര്യങ്ങളൊക്കെ അറിയായിരുന്നല്ലോ, പിന്നെ അവൻ എന്തിനാ എന്നെ സംശയിച്ചത്? എന്റെ ക്യാരക്ടറിനെ ആരെങ്കിലും ചോദ്യം ചെയ്താലുണ്ടല്ലോ, അവനെ ഞാൻ തല്ലുകയല്ല, ചിലപ്പോ കൊന്നിരിക്കും. നീ ഇപ്പൊ ഓടി ഇങ്ങോട്ട് പോന്നല്ലോ. ഇനി എന്താ നിന്റെ പരിപാടി? ലക്ഷ്മിയും കണ്ണേട്ടനും തമ്മിൽ തെറ്റിയതുകൊണ്ട് മാത്രം ഞാൻ തിരികെ പോയത്, അല്ലാതെ അവനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇനി ഇതുപോലൊരു സംശയരോഗിക്കൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. അപ്പൊ പിന്നെ നീ എന്താ വേറെ കല്യാണം കഴിക്കാൻ പോവാണോ? അതൊക്കെ എന്തിനാ അമ്മ അറിയുന്നേ? അമ്മയ്ക്ക് അമ്മയുടെ പാട് നോക്കി പൊക്കൂടെ? നീ എന്നെ സ്നേഹിക്കുന്നില്ലെങ്കിലും നീ എന്റെ ഇളയ മകളാണെന്നുള്ള ബോധം എനിക്കുണ്ട്. ഓ, അത് പറച്ചിലൂടെ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഇല്ല. സ്വന്തം അച്ഛനും മുത്തശ്ശിയും ബന്ധുക്കളും ഒക്കെ ജീവിച്ചിരിക്കുമ്പോ 2 കൊമ്പുണ്ടെന്നൊക്കെ തോന്നും. അത് കഴിയുമ്പോഴാ വേണമെന്ന തോന്നലൊക്കെ ഉണ്ടാവുന്നത്. തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവത്തില്ല. അവനെ പോലെ നട്ടലില്ലാത്ത ഭർത്താവിനെ എനിക്കിനി വേണ്ട. ഡീ, നിന്നേക്കാൾ മുന്നേ നിന്നെ അവൻ വേണ്ടെന്ന് വെച്ചേനെ. അവന്റെ അച്ഛന്റെ കൊലയാളി നിന്റെ അച്ഛനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ. എന്താ അമ്മ പറഞ്ഞത്? അവന്റെ അച്ഛന്റെ കൊലയാളി എന്റെ അച്ഛനാണെന്നോ? പറയണ്ടെന്ന് കരുതി ഇരുന്നതാ. പിന്നെ നിന്റെ അച്ഛനും മുത്തശ്ശിക്കും ഒക്കെ സത്യങ്ങൾ അറിയാം. അതുകൊണ്ട് ഇനി നീയും കൂടി അറിഞ്ഞാൽ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. നിന്റെ അഹങ്കാരത്തിന് നീ അത് അറിയണം. എന്താ അമ്മ പറഞ്ഞു വരുന്നത്? കണ്ണനും കണ്ണന്റെ അച്ഛനും കൂടി കണ്ണന്റെ ഒരു പിറന്നാൾ ദിവസം ബുള്ളറ്റ് കയറി പോകുമ്പോഴാ ഒരു ലോറി കണ്ണന്റെ അച്ഛന്റെ ബുള്ളറ്റിലേക്ക് പാഞ്ഞു കയറിയത്. ആ അപകടത്തിൽ കണ്ണന്റെ അച്ഛൻ മരിച്ചു. കണ്ണന്റെ അരയ്ക്ക് താഴോട്ട് തളരുകയും ചെയ്തു. അതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളല്ലേ? എന്നാ അവിടെ നിനക്ക് അറിയാത്തതായിട്ട് ചിലതുണ്ട്. അന്ന് കണ്ണന്റെ അച്ഛന്റെ ബുള്ളറ്റിൽ ഇടിച്ചത് നിന്റെ അച്ഛന്റെ ലോറിയാ.
അത് ഡ്രൈവ് ചെയ്തിരുന്നത് നിന്റെ അച്ഛനാ. അന്ന് ആ ലോറിയില് എന്റെ മോളുണ്ടായിരുന്നു, എന്റെ ലക്ഷ്മി മോള്. ആ സമയത്ത് വെറും 5 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ലക്ഷ്മി മോൾക്ക് ഇന്നും അതൊക്കെ കൺമുമ്പിൽ കാണുന്നത് പോലെ ഓർമ്മയുണ്ട്. സത്യമാണോ അമ്മ ഈ പറയുന്നത്? നിന്റെ അച്ഛനും മുത്തശ്ശിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ എന്തിനാ ഉണ്ടാക്കി പറയുന്നത്? ഇടയ്ക്ക് വെച്ച് ലക്ഷ്മിയുടെ മുന്നിൽ പത്തി താഴ്ത്തിയല്ലേ നിന്റെ അച്ഛനും മുത്തശ്ശിയൊക്കെ നിന്നിരുന്നത്. അപ്പോ നീ ചോദിച്ചിട്ടുണ്ടല്ലോ അവരെന്താ ലക്ഷ്മിയുടെ മുമ്പിൽ തല താഴ്ത്തി നിൽക്കുന്നതെന്ന്. അതിന് കാരണം ഇതാ. ഇല്ല, ഞാനിത് വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ലടി. പക്ഷേ ഒന്നും ഞാൻ പറയാം, ഇതൊക്കെ ഇപ്പോഴും കണ്ണൻ അറിയില്ല, ഉണ്ണിക്കും അറിയില്ല. ഇതൊക്കെ കണ്ണനും ഉണ്ണിക്കും മാത്രമല്ല, ആ വീട്ടിൽ ആർക്കും അറിയില്ല. ഉണ്ണി അറിഞ്ഞു കഴിഞ്ഞാല് നിന്റെ കവിളത്തായിരിക്കും പാട് വീഴുന്നത്, ഉണ്ണിയുടെ കൈയുടെ പാട്. സ്വന്തം അച്ഛനെ കൊന്ന ആളിന്റെ മകളെയാ ഉണ്ണി കല്യാണം കഴിച്ചിരിക്കുന്നത്. അതേടി, കണ്ണന്റെയും ഉണ്ണിയുടെയും അച്ഛനെ കൊന്നയാളുടെ മകൾക്കൊപ്പമാണ് ഇപ്പൊ അവര് താമസിക്കുന്നതെന്ന്. അമ്മ മുൻപ് കള്ളൊന്നും പറയില്ലായിരുന്നു. പക്ഷെ ലക്ഷ്മിയുടെ കല്യാണം കഴിഞ്ഞ ശേഷം അമ്മ മറ്റൊരാളായി മാറി. അതുകൊണ്ട് സത്യം എന്താന്ന് എനിക്ക് അറിയണം. അതെന്റെ അച്ഛൻ തന്നെ എന്നോട് പറയണം, അല്ലാതെ ഞാനിത് വിശ്വസിക്കില്ല. എന്നാ ചെല്ലടി, ചെന്ന് ചോദിക്ക്, എന്നിട്ട് സത്യം എന്താണെന്ന് മനസ്സിലാക്ക്. അയ്യോ, ഓ അമ്മേ, വീണ്ടും ബെല്ലടിക്കുന്നുണ്ടല്ലോ. അവനായിരിക്കോ മാർക്കോ? അതാ എന്റെ പേടി. ഓ, അമ്മയൊന്ന് പോയി നോക്കിയേ. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. മോളായിരുന്നോ? ഞങ്ങള് കരുതി മാർക്കോയാന്ന്. നമ്മുടെ കൊച്ചാടാ വന്നത്. മോളെ വാ പ്രതാപ, എന്തായാലും മോള് വന്നത് നന്നായി. മോളെ, ഈ തോമസ് വൈദ്യൻ എന്തൊക്കെ പറഞ്ഞാലും അയാൾ ഒരു സിദ്ധനാ. ഈ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ വേണ്ടിട്ടേ അയാൾ എന്തെങ്കിലുമൊക്കെ മരുന്ന് തരുമോളെ. എന്തായാലും ഒരുത്തിയുടെ കുഞ്ഞു പോയല്ലോ, അപ്പോഴേ അവളെക്കാളും മുന്നേ മോളൊരമ്മയാകും. ഞാൻ ഇതൊന്നും കേൾക്കാനല്ല വന്നത്. എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല. അമ്മ എന്നോട് ചിലത് പറഞ്ഞു, അത് സത്യമാണോന്ന് എനിക്കറിയണം. അവളാണ് പറഞ്ഞതെങ്കിൽ അത് കള്ളമായിരിക്കും മോളെ. കള്ളമാണെങ്കില് തിരിച്ചു പോകുന്ന ഞാൻ അമ്മയോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. മോളെ കാര്യം പറ മോളെ. കണ്ണേട്ടന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാണോ മരിച്ചത്? കണ്ണേട്ടനും കണ്ണേട്ടന്റെ അച്ഛനും സഞ്ചരിച്ചിരുന്ന ബുള്ളറ്റിലേക്ക് ഒരു ലോറി പാഞ്ഞു കയറുകയായിരുന്നു. ആ ലോറി
അച്ഛന്റെ ലോറി ആയിരുന്നോ? അച്ഛനാണോ അത് ഡ്രൈവ് ചെയ്തിരുന്നത്? അമ്മ പറഞ്ഞത് വിശ്വസിക്കാൻ കഴിയാതെയാ ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വന്നത്. എന്നിട്ടിത് കള്ളമാണെങ്കിൽ ഇത്ര ആലോചിക്കേണ്ട കാര്യം എന്താ? അച്ഛൻ പറ, അച്ഛന്റെ ലോറിയാണോ ആ ബൈക്കിൽ തട്ടിയത്? ഇനി പറയാതിരുന്നിട്ട് എന്താടാ കാര്യം? അവളൊരു രാക്ഷസിയാ. അതുകൊണ്ടാ അവൾ ആരോടും പറയത്തില്ലെന്ന് പറഞ്ഞ കാര്യം സ്വന്തം മോളോട് തന്നെ പറഞ്ഞത്. അത് ശരി. അപ്പൊ ഈ സംഭവം ആരോടും പറയരുതെന്ന് അമ്മയോട് പറഞ്ഞായിരുന്നല്ലേ? അപ്പൊ അതിൽ സത്യം ഉണ്ടല്ലേ? എന്റെ മോളെ, അങ്ങനൊരു അബദ്ധം എനിക്ക് പറ്റി.